രാക്കനവിലെ നിലാകവിതയോ നീ, ഈ പകലിലെ പോക്കുവെയിലോ നീ, പിടഞ്ഞുണരും കനൽമിഴിയോ പതഞ്ഞുയരും കടൽ തിരയോ. ശ്രുതിയുമായുള്ള കല്യാണം അരുൺ തോമസ് സമ്മതിച്ചെന്ന് ലില്ലിക്കുട്ടിയോട് പറയുന്ന സിറിൽ, അതിനെ നിഷേധിക്കുന്ന അരുൺ തോമസ്. ഒടുവിൽ സിറിലിനെ അയാൾ വെല്ലുവിളിക്കുന്നു. പിള്ളയെ കാണാനില്ലെന്ന് രവിയോട് പറയുന്ന സൗദാമിനി, ശ്രുതി എവിടെ പോയാലും അവളെ കണ്ടുപിടിക്കുമെന്ന് ഏഞ്ചലിനോട് പറയുന്ന സിറിൽ. ജയസുധ വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. അച്ഛനെ കാണാനില്ലെന്ന കാര്യം രവി സുദീപിനോടും ജയസുധയോടും പറയുന്നു. അവർ അത് മുഖവിലക്കെടുക്കാതെ അവിടെ നിന്ന് പോകുന്നു. ഇനി തുടർന്ന് കാണുക. തലവേദനയ്ക്ക് കുറവുണ്ടോ സബി? കേട്ട് കേട്ട് തല പെരുക്കെല്ലാം കൂടി. ചുക്കാപ്പി എന്തെങ്കിലും ഇടണോ? അമ്മ ഇട്ടുകൊണ്ട് വന്നു. നമ്മൾ വിചാരിച്ച പോലെ ജയസുധ അത്ര പാവൊന്നുമല്ല. അവക്ക് അച്ഛൻ പോയാലെന്താ, അമ്മ പോയാലെന്താ, സ്വത്തല്ലേ പ്രധാനം. എന്നാലും ഇത് വല്ലാത്ത ഗതികേടായിപ്പോയി. അവളിവിടുന്ന് പോയപ്പോ എല്ലാ പ്രശ്നങ്ങളും തീർന്നു എന്നാ വിചാരിച്ചേ. ഇപ്പൊ അതിലും വലിയ പ്രശ്നത്തിലേക്കാ. അച്ഛനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ രവി? എവിടെ ചെന്നാലും ആരെങ്കിലും വിളിച്ചു പറയും. ആരോടെങ്കിലും ഒന്ന് വിളിച്ചു പറയാൻ പറ്റുമോ? എന്താ പറയുന്നേ? അച്ഛൻ പിടങ്ങിപ്പോയെന്നോ, അതോ തലയ്ക്ക് സുഖമില്ലെന്നോ? എനിക്കൊന്നും മനസ്സിലാവുന്നേയില്ല. തുടക്കം മുതലേ അച്ഛൻ പ്രശ്നമാണ്. എന്തിനാ എങ്ങനെയെന്നാ? പൊടിമോന്റെ കല്യാണം മുതൽ അത് രൂക്ഷായത്. അച്ഛൻ എവിടെന്ന് എത്ര ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. നമ്മള് എന്തുമാത്രം കഷ്ടപ്പെട്ട ഇത്ര ഒരു കരക്കടിപ്പിച്ചത്. അവള് പോയാലെങ്കിലും എല്ലാം ഒന്ന് നേരെയാവെന്ന് വിചാരിച്ചു. ഓരോരോ കഥയുണ്ടാക്കി, അവളെ ആരും അറിയാതൊരു സ്ഥലത്തുണ്ടാക്കി, പ്രസവം നടത്തി, കുഞ്ഞിനെ എല്ലാവരും അറിഞ്ഞ് നിയമപരമായിട്ട് ദത്തെടുക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഈ കഷ്ടപ്പാടൊക്കെ അനുഭവിച്ചേ. അതിൻ്റെ ഇടയിൽ അച്ഛൻ്റെ ഒരു വിൽപ്പത്രവും. അതാ ഇപ്പൊ ആകെ പ്രശ്നമായത്. അതുമാത്രമാണ് രവി, അച്ഛൻ എന്തിനാ അവള് പോയപ്പോ ഇറങ്ങിപ്പോയത്? ഇത് എങ്ങോട്ട് പോയിന്നാ നമ്മൾ കരുതുക? വെറുതെയല്ല ജയസുധ പറഞ്ഞത്, രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്ത് പോയതായിരിക്കുമെന്ന്. ഇത് കാണുമ്പോഴാ സബി അച്ഛനെന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ടെന്ന് തോന്നുന്നേ. യാഥാർത്ഥ്യങ്ങൾ നമ്മൾ അംഗീകരിച്ചല്ലേ പറ്റൂ. എനിക്കും ഇപ്പൊ തോന്നുന്നു രവി, അച്ഛന്റെ മാനസിക നില ദിവസം തോറും വഷളായിക്കൊണ്ടിരിക്കുകയാണെന്ന്. ഇതിന് കാര്യമായ ചികിത്സ തന്നെ വേണം. നമ്മളതിന് മടി കാണിച്ചിട്ട് കാര്യമില്ല. അത് ചിലപ്പോ അച്ഛനെ തന്നെ നമുക്ക് നഷ്ടപ്പെടും. എന്തെല്ലാം കാണണം അല്ലേ സബി? ജീവിതത്തെപ്പറ്റി എന്തെല്ലാം മോഹങ്ങളായിരുന്നു നമുക്ക്. അതിനൊക്കെ ഒരു പുണ്യം വേണം. നമുക്കൊരു കുഞ്ഞില്ലാത്തതല്ലേ രവി ഇതിന്റെയൊക്കെ അടിസ്ഥാനം? സംഭവിച്ചു പോയില്ലേ? അതിന് നമ്മളൊരു വളഞ്ഞ വഴി നോക്കി, അത്രയല്ലേ ഉള്ളൂ. അത് നമ്മുടെ മാത്രം കാര്യമല്ലേ? എന്നിട്ട് ഓരോ പ്രശ്നങ്ങളാ. പക്ഷെ ഇപ്പോഴത്തെ പ്രശ്നം അതല്ലല്ലോ, സ്വത്തല്ലേ. അത് തന്നെയാണല്ലോ എല്ലാത്തിനും കാരണം. കല്യാണത്തോടെ എല്ലാം ഒതുങ്ങിയതായിരുന്നു. ശ്രുതി പോവുകയും കൂടെ ചെയ്തപ്പോ പിന്നൊരു പ്രശ്നമില്ലെന്നാ വിചാരിച്ചേ. ഈ ജയസുധയാ പൊടിമോനെ കുത്തിപ്പൊക്കി ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അവനാണെങ്കിൽ എല്ലാത്തിനും അവരുടെ കൂടെ അങ്ങ് നിൽക്കുക. എന്ത് ചെയ്യാനാ?
എന്തായാലും അച്ഛൻ മാവേലിക്കര എത്തും. പൊടിമോനെയും കൊണ്ടുപോയി കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കണം. അവരെന്താ ചോദിക്കുന്നതെന്ന് വെച്ചാൽ അതങ്ങ് കൊടുക്കാം. അച്ഛൻ്റെ മുന്നിൽ എന്തായാലും ശ്രുതിയുടെ കാര്യങ്ങൾ അവസാനിച്ചല്ലോ. പോകെ പോകെ അച്ഛനത് മനസ്സിലാവുകയും ചെയ്യും. നമുക്ക് നമ്മുടെ കുഞ്ഞിനെ ദത്തെടുക്കേണ്ടി വരികയും ജയസുധയ്ക്കും പൊടിമോനും ഒരു കുഞ്ഞുണ്ടാവുന്നതോടും കൂടി എല്ലാ പ്രശ്നങ്ങളും തീരും. പ്രശ്നങ്ങൾ തീർക്കാൻ ജയസുധയും അവളുടെ വീട്ടുകാരെ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളെ ചിന്തിക്കുന്നതല്ല അവരാലോചിക്കുന്നത്. അച്ഛൻ അവസാനിച്ച എല്ലാത്തിനും ഒരു പരിഹാരമാവുമെന്ന് ചിന്തിക്കുന്നവരാ അവര്. സബി, മോളെ ഈ ചുക്കാപ്പിയും കുടിച്ചോ. പിള്ളച്ചേട്ടൻ പോകാറുള്ള സ്ഥലങ്ങളിലൊക്കെ ആ മാവേലിക്കരയിലെ ബാലനെ സുദർശനെയൊക്കെ വിളിച്ചു നോക്കി അറിയാൻ കഴിയില്ലേ? നമ്മുടെ കൃഷ്ണമൈദ്രയുടെ കടയില്ലേ പണ്ടേ അച്ഛന്റെ താവളം? അവിടെ വിളിച്ചു നോക്കിയായിരുന്നു രവി. ഞാൻ വിളിച്ചതാ. അവിടെ എത്തിയ ആ നിമിഷം വൈദ്യരെന്നെ വിളിച്ചു പറയും. അമ്മ പൊടിയേരിക്കഞ്ഞി അടുപ്പിലിട്ടിട്ടുണ്ട് കേട്ടോ. അവള് പിന്നെ അടുക്കള കേറില്ലല്ലോ. കേറിയ തന്നെ അവക്കിഷ്ടമുള്ളതല്ലേ ഉണ്ടാക്കൂ. ഇനി അവള് വന്നാൽ തന്നെ ഞാൻ മാറിക്കൊടുക്കണം. എന്നാലും അവളുടെ ജോലി അങ്ങ് തീരട്ടെ. സതീശ, ഞാനാ. എന്തെങ്കിലും അറിഞ്ഞായിരുന്നോ? അതൊക്കെ അവിടെ ഇരിക്കട്ടെ, ഞാൻ വരുമ്പോൾ എടുത്തോളാം. വിളിക്കണേ. അച്ഛൻ്റെ പേരിൽ വില്ലേജ് ഓഫീസിൽ നിന്ന് എന്തോ പേപ്പർ വന്ന് കിടപ്പുണ്ടെന്ന്. സതീഷ് അത് എടുത്തു വെക്കാമെന്ന് പറഞ്ഞു. അരുൺ. രവിയേട്ടാ, ഞാൻ ശ്രുതി ഒന്ന് കാണാൻ വേണ്ടി വന്നാ. വിളിച്ചിട്ട് ഫോണിൽ കിട്ടുന്നില്ല. ആ നമ്പർ നിലവില്ലെന്നാ പറയണേ. എന്താ പറ്റിയേ? അത് ശ്രുതി ഇവിടുന്ന് പോയി. പോയെന്നോ? എങ്ങട്? പറഞ്ഞു കാണുന്ന ഞങ്ങൾ വിചാരിച്ചേ. അവളുടെ ബന്ധുക്കൾ വന്ന് കൊണ്ടുപോയി. ബന്ധുക്കൾ വന്ന് കൊണ്ടുപോയെന്നാ? ഏത് ബന്ധുക്കള്? ഇവിടത്തൊന്നും പറഞ്ഞില്ലല്ലോ. നമുക്കും പറഞ്ഞുള്ള അറിവല്ലേ ഉള്ളൂ അവരെ കുറിച്ച്. തീരുമാനം പെട്ടെന്നായിരുന്നു. പിന്നെ അവളുടെ ഡേറ്റും ഇങ്ങ് എടുത്തല്ലോ. പ്രസവവും കാര്യങ്ങളൊക്കെ അവർ നോക്കിക്കൊള്ളാന്നാ പറഞ്ഞേ. ഹലോ. എന്നാലും ഇത്രയും നാള് ജോലി ചെയ്തിട്ട് ഇവിടുത്തെ ഒരു വാക്കുപോലും പറഞ്ഞില്ലല്ലോ. വന്നിട്ടില്ലേ? എന്തെങ്കിലും അറിഞ്ഞാലൊന്ന് വിളിക്കണേ. ഞാനും അങ്ങോട്ട് വിളിക്കാം. ശരി. എങ്ങടെ പോയെന്നറിയോ? അതറിയില്ല. ഞങ്ങളോട് മുഷിഞ്ഞ അവർ കൊണ്ടുപോയത്. അല്ല, അവളുടെ ബന്ധുക്കളടുത്ത് നിങ്ങൾ സംസാരിച്ചിരുന്നോ? ഇല്ല. ഞങ്ങളവളെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കി. അവള് ഞങ്ങളോട് പോന്നോളാൻ പറഞ്ഞു. ഡോക്ടർ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ പറയുന്നേ ബന്ധുക്കൾ വന്ന് കൊണ്ടുപോയി എന്ന്. ജയസുധയായിട്ട് കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നല്ലോ. അച്ഛനാണെങ്കിൽ അവൾ പോയ ഉടനെ ഇവിടെ നിന്ന് ഇറങ്ങിയതാ. അച്ഛൻ എവിടെയെന്ന് അറിയില്ല.
ഞങ്ങൾ ആകെ അതിൻ്റെ ഒരു ടെൻഷനിലായിരുന്നേ. ശ്രുതി ഇവിടുന്ന് പോയതിനു ശേഷം പിന്നെ ഫോൺ ചെയ്തിട്ടില്ല? ആ നമ്പർ നിലവിലില്ല. ഇത്രയും നേരമായിട്ട് ഞങ്ങൾ വിളിച്ചിട്ടുമില്ല. ഞാൻ വിളിച്ചപ്പോഴത് തന്നെ പറയണേ, നമ്പർ നിലവില്ലെന്ന്. എനിക്കാണെങ്കിൽ ഒരുപാട് കമ്പനി കാര്യങ്ങൾ പെൻഡിങ്ങാ, കുറേ ഇഷ്യൂസ് ഉണ്ട്. അതൊക്കെ ഒന്ന് തീർക്കാമെന്ന് കരുതിയിട്ടാ വന്നേ. എന്നാലും എങ്ങടെ പോയെന്ന്, എങ്ങോട്ടാ കൊണ്ടുപോയെന്ന് ഞങ്ങൾക്കും അറിയില്ല. അധികം യാത്ര ചെയ്യരുത്, ശരീരം ഇളക്കരുതെന്നൊക്കെ ഡോക്ടർ പറഞ്ഞിരുന്നു. അവളൊന്നും കേട്ടില്ല. ബന്ധുക്കാരെയും സ്വന്തക്കാരെയൊക്കെ കിട്ടിയപ്പോൾ ഞങ്ങളെ വേണ്ടാണ്ടായി. അല്ല, സുദീപല്ലേ ഇവിടെ? മുകളിലുണ്ട്, ഞാൻ വിളിക്കാം. വേണ്ട, ഞാൻ കണ്ടോളാം. ടീച്ചറില്ലേ ഇവിടെ? ഉണ്ട്, നല്ല സുഖമില്ല, പനിയും ജലദോഷ, മെഡിസിൻ കഴിച്ച് കിടക്കുക. സുധീൻ ജയം മുകളിലുണ്ട്, അരുണും കൂടി ചെല്ല്. എന്നാലും എങ്ങടായിരിക്കും പോയിട്ടുണ്ടാവുക? ഞാൻ സുദീപിനൊന്ന് കാണട്ടെ. എനിക്കൊന്നും അറിയില്ലായിരുന്നു. അവൾ അവളുടെ ഭർത്താവ് ജയകൃഷ്ണന്റെ ഒപ്പം പോയിന്നാ പറഞ്ഞത്. അതിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല. ഏത് ജയകൃഷ്ണന്റെ കാര്യം സുദീപ് പറയണേ? അങ്ങനൊരു ജയകൃഷ്ണനെ സുദീപ് കണ്ടിട്ടുണ്ടാ? കണ്ടിട്ടുണ്ടോ? ഞാനും കണ്ടിട്ടില്ല. നമ്മൾ ആരും അങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല. അവനെ പറ്റി എന്തെങ്കിലും അറിയൂ? അവൻ ഏതാ, എവിടെയാ, എങ്ങനെയാ, എന്തെങ്കിലും അറിയോടോ? ഇത്രയും നാള് നിങ്ങളുടെ കൂടെ ഇവിടെ കഴിഞ്ഞോള് നിറവയറുടെ ഒരു സുപ്രഭാതത്തിൽ ഏതൊരു ജയകൃഷ്ണനോട് ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞാ ഞാൻ വിശ്വസിക്കണോടോ? ഇതൊക്കെ അവള് തന്നെ പറഞ്ഞ കഥകളാ. പഴയ കഥകൾ പിന്നീട് അവള് തന്നെ മാറ്റി പറഞ്ഞിട്ടുണ്ട്. എടോ, തന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ? ഈ വീട്ടിൽ പറഞ്ഞിട്ടില്ലേ? എന്തിന് തന്റെ ഭാര്യ ജയസൂര്യ വീട്ടിൽ പോയിട്ട് പറഞ്ഞിട്ടില്ലേ? അങ്ങനെ ഒരു ജയകൃഷ്ണന്റെ ഭാര്യ അല്ല അവളെന്ന് പറഞ്ഞിട്ടില്ലടോ? അവളെ ഏതോരത്തും ചതിച്ചാണെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? ഇങ്ങോട്ട് നോക്കടോ, എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്, എന്റെ ഓഫീസ് വരെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലല്ലേ അവൾ ഇവിടെ നിന്ന് പ്രസവിച്ച് തന്റെ ചേട്ടനും ചേട്ടത്തേക്കും ആ കുഞ്ഞിനെ തരാമെന്ന് ധാരണ ഉണ്ടാക്കിയത്. നോക്കണ്ടട്ടാ, എനിക്കറിയത്. എല്ലാം അവൾ എന്നോട് പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഇപ്പൊ പറയാ അവളിപ്പോ ജയകൃഷ്ണന്റെ കൂടെ അവന്റെ കുടുംബക്കാരുടെ കൂടെ പോയെന്ന്. എന്താ സുദീപ് ഈ പറയണേ? ഇത് ആരോട് ഈ പറയണേ? അവള് പല സമയത്ത് പല പല കഥകളാ പറയുന്നേ. ഇപ്പൊ അതിനേക്കാളും വലിയ കള്ളം പറഞ്ഞിട്ടില്ലേ പോയിരിക്കുന്നേ? അവളുടെ ബന്ധുക്കാർ വരും, ഭർത്താവ് വരും എന്നൊക്കെ പറഞ്ഞിട്ട്. ഏടോ, അവക്കിവിടെ ആരും ബന്ധുക്കളോ ഭർത്താവോ ഒന്നുമില്ലെന്ന് എനിക്കും അറിയാം, തനിക്കും അറിയാം അല്ലേ? ബാംഗ്ലൂരിൽ നിന്ന് വന്ന ഈശാരവിന്ദ് എങ്ങനെ ശ്രുതിയായെന്നും എങ്ങനെ ഈ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടിയെന്നും നമുക്ക് രണ്ടാൾക്കും നന്നായിട്ടറിയാം അല്ലടോ? ആകെ ഒരു ആശ്രയവും സഹായവും ഇല്ലാതെ ഒരൊറ്റമരമായിട്ട് നിന്നപ്പോ അതും മനസ്സിലാക്കി അവക്കൊരു ജീവിതം കൊടുക്കേണ്ടതാണ് ഞാൻ. നോക്കണ്ടോ, ഞാൻ അവളോട് പറഞ്ഞ. പക്ഷെ അവളുടെ മനസ്സിലെന്താണെന്നറിയോ? അവളെ ചതിച്ച് വയറ്റിലൊരു ജീവൻ നൽകിയിട്ട് പോയവനില്ലേ, അങ്ങനെ ഒരുത്തനുണ്ടല്ലോ, അവളുടെ മനസ്സിപ്പോഴും അവന്റെ കൂടെ. നമുക്കറിയാം, ഇനിയിപ്പോ ഏത് പെണ്ണാണെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യൂ. തനിക്കറിയാലോ എന്തായിരുന്നു ബാംഗ്ലൂരിലെ കേസെന്ന്. ആ കേസ് ഒരു കരക്കെത്തിക്കാൻ താനും അവളുടെ എൻ്റെ അടുത്ത് വന്ന ഓർമ്മയിലോ? അന്ന് തുടങ്ങിയ പകയാണ് ആ സിറിലിന്. തന്നോടും അവളോടുള്ള പക ഇപ്പൊ എൻ്റെ അടുത്തുമായി. എടോ, അന്ന് പറഞ്ഞല്ലേ ജയകൃഷ്ണന്റെ കാര്യം? അതെല്ലാം മാറിയില്ലേ? അവക്ക് തെറ്റ് പറ്റിയാണെന്ന് അവൾ എന്നെ സമ്മതിച്ചില്ലേ? ഇല്ലേടോ? എടോ, എന്തെങ്കിലും ഒരിക്കൽ അവൾ തന്നോട് പറഞ്ഞിട്ടുണ്ടോ അവളുടെ വയറ്റിലെ കൊച്ചിൻ്റെ തന്തയാരെന്ന്? പറഞ്ഞിട്ടുണ്ടോ? പറയില്ല. ഞാനും ഒരുപാട് തവണ ശ്രമിച്ചാണ്, പക്ഷേ അവൾ പറയില്ല. കാരണം എന്താണെന്നറിയോ? അവൾ നല്ലൊരു പെണ്ണാണ്. അവളെ കേട്ടാൽ യോഗം വേണം, യോഗം വേണം. ആ സിറിൽ എൻ്റെ ഓഫീസിൽ കയറി വന്നിട്ട് അവളുടെ ഗർഭത്തിന് ലേലം വിളിച്ചപ്പോ എനിക്ക് പറയേണ്ടി വന്നു. അവളുടെ നിസ്സഹായാവസ്ഥ കണ്ടപ്പോ എനിക്ക് പറയേണ്ടി വന്നു അതെന്റെ കുഞ്ഞാണെന്ന്. അത് ആ സാഹചര്യത്തിൽ പറഞ്ഞു പോയതിപ്പോ നമുക്ക് വിനയായിരിക്കുക. ആ സിറില് എന്റെ അമ്മച്ചിയെ സ്വാധീനിച്ചിട്ട് എന്റെ ഏതോ അകന്ന ബന്ധുവിന്റെ പേര് പറഞ്ഞ് ബന്ധുത്വം സ്ഥാപിച്ചിട്ട് ഇപ്പൊ എനിക്ക് വേണ്ടി കല്യാണം ആലോചിക്കുക ശ്രുതിയെ. ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലായിരുന്നു. എടോ, എനിക്ക് അവളെ കല്യാണം കഴിക്കാൻ ഇഷ്ടാ. കാരണം ആള് നല്ല സ്മാർട്ടാ.
എൻ്റെ ഓഫീസിനെ വെറും ദിവസങ്ങൾ കൊണ്ട് ആള് മാറ്റിയെടുത്തേ. ആ അവക്കൊരു ജീവിതം കൊടുക്കുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ. പക്ഷേ ഇപ്പം അവൾ എവിടെയാണെന്ന് എനിക്കറിയണം. എടോ, യാതൊരു ബന്ധുക്കളും ഇല്ലാത്തവള് ചതിച്ചവൻ്റെ ഗർഭവും പെറിയിട്ട് എവിടെ പോകാനാണ്? പറയടോ, അവൾ എവിടെ പോകാനാണ്? ഒരുപക്ഷെ അവളെ ചതിച്ചവൻ്റെ അടുത്തേക്ക് തന്നെ അവൾ പോയി കാണും. രവിയേട്ടനോട് സവിതേച്ചിയോട് അവൾ അങ്ങനെയല്ലേ പറഞ്ഞത്? അങ്ങനെയാവും, പോയി കാണും. അന്നത്തെ ആ ഇഷ്യൂ ഉണ്ടായിട്ട് നാട് വിട്ടുന്നല്ലേ ചേട്ടനോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹോസ്പിറ്റലിലേക്കാർ വിളിച്ചു നോക്കിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും. അതായിരിക്കില്ലേ ശരി? പോയി കാണും അല്ലേ? ആയിരിക്കില്ലേ? അതെ, പോയി കാണും. ആ അതെ. ഏയ് ദേവരണു, ഇതവനാണ് സിർല്. ഇവനിത് എന്തിന്റെ കുഴപ്പമാണ്? കാലത്തിന് വണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലാണെങ്കിൽ അവിടേക്ക് വരും, ഓഫീസിലാണെങ്കിൽ അങ്ങോട്ട് വരും, ചർച്ചിൽ പോയാൽ അങ്ങോട്ടും വരും. ഇപ്പം സുദീപിന്റെ വീട്ടിലേക്ക് വന്നപ്പോൾ ഇങ്ങോട്ടും വരണു. ഇതൊരു തരം രോഗാട്ടാ. സുദീപേ, ഈ സീറില് പറഞ്ഞ എന്താ അറിയോ? ഞാൻ അവളെ ഒളിപ്പിച്ച് താമസിപ്പിച്ചിരിക്കുകയാണെന്ന്. രഹസ്യമായിട്ട് അവളെ പ്രസവിപ്പിച്ചിട്ട് കുഞ്ഞിനെ അവളെ സ്വന്തമാക്കാനാണ് ഞാൻ നിൽക്കണതെന്ന്. ഹേ, എന്തിനിപ്പോ ഈ രഹസ്യം? ഞാൻ പരസ്യമായിട്ട് അവളെ കേട്ടാം. പക്ഷേ ഇതല്ലടോ, ഇവൻ അവളെ വേണം. ആ നിറവേറെ ഒഴിഞ്ഞിട്ട് ഇവൻ അവളെ വേണം. അതിനെ കിടന്ന് ചുറ്റി കളിക്കണേ. അവനിങ്ങോട്ട് വരട്ടെ അന്വേഷിട്ട്. ഡോ, ഞാൻ പറഞ്ഞിട്ടുണ്ടാ, പറയാനുള്ളത് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കണ്ടുപിടിച്ച് കൊണ്ടുവന്ന എൻ്റെ അമ്മച്ചിയുടെ മുന്നിൽ വെച്ച് ഞാൻ മിന്നു കിട്ടാൻ തയ്യാറാണെന്ന്. അത് ഞാൻ ചെയ്യട്ടാ. പക്ഷെ അതിന് അവളുടെ സമ്മതം വേണട്ടാ. സുദീപ് എൻ്റെ കൂടെ നിൽക്കണം. ഇനിയിപ്പോൾ ആരുടെ കുട്ടിയാണെങ്കിലും നിറവേറോടെ നിൽക്കണ അവളെ എൻ്റെ അമ്മച്ചിയുടെ മുന്നിൽ വെച്ച് ഞാൻ കിട്ടും. അത് ഇവനോടുള്ള വാശിയാ. അവനിങ്ങോട്ട് വരട്ടെ. ഇവൻ ആരെന്ന് വിചാരിച്ചിക്കണേ? ഓലപ്പമ്പ് കാണിച്ച് നമ്മളെ പേടിപ്പിക്കുക. അവനിങ്ങോട്ട് വരട്ടെ. നമ്മള് നിസാരക്കാരനല്ല സുദീപേ, ഒരു ജാതി സംഭവട്ടാ. അവനിങ്ങോട്ട് വരട്ടെ, കാണിച്ചു കൊടുക്കാം. ഏതായാലും നല്ല സമയത്താ സിറിൽ വന്നേ. അതാണല്ലോ സിറിൽ, വേണ്ടപ്പോ വേണ്ട സമയത്ത് വേണ്ടതുപോലെ വരും. മറ്റേ മുതലാളി വന്നിട്ടുണ്ടല്ലേ, അരുൺ തോമസ്. എന്താണാവോ വരവിന്റെ ലക്ഷ്യം? അവളെ കാണാനാണെന്ന്. എന്തോ ഫയല് നോക്കാനുണ്ടെന്നോ കണക്ക് നോക്കാണ്ടെന്നൊക്കെ പറയുന്ന കേട്ടു. അവളില്ലാത്തോണ്ട് കമ്പനി അങ്ങ് തകർന്നു. ആ, തകരൂല്ലോ, തകരണമല്ലോ. എവിടെ സാർ? വാ സിറില്, ഇവിടെ ഉണ്ട്. സുധിബേട്ട, ദേ സിറിൽ വന്നിരിക്കുന്നു. കമ്പനി കാര്യങ്ങളൊക്കെ സംസാരിക്കാനാ വന്നേ. ഞാൻ ചായ എടുക്കാം. അരുൺ സാറിന് ചായ എടുക്കട്ടെ? വേണ്ട. സിറിൽ ഇരിക്ക്. രണ്ടുപേരുണ്ടല്ലോ, ഞാനത് പ്രതീക്ഷിച്ചു. മുട്ടിപ്പായി പ്രാർത്ഥിച്ചോ? എന്നിട്ട് വെളിപാട് വല്ലതും ഉണ്ടായോ? വെളിപാടുണ്ടായിടാ. പൊടിമ സാറേ, നല്ല കൂട്ടായ്മയാ. ഞാനിതൊക്കെ തന്നെയാ പ്രതീക്ഷിച്ചത്. പൊളിക്കേട്ടോ. കൊള്ളടാ, വഴിയിന്ന് കിട്ടിയ ഗർഭത്തെ ഈ ക്രിസ്ത്യാനിക്ക് കെട്ടിച്ചു കൊടുത്തിട്ട് അവളുടെ കൊച്ചിനെ നിന്റെ ചേട്ടനും ചേട്ടത്തേക്കും ദത്തെടുക്കാം അല്ലേടാ? കൊള്ളാം കച്ചവടം. എഗ്രിമെന്റ് ഇതാണല്ലേ രണ്ടുപേരും തമ്മിൽ. എവിടെയോ കിടന്ന് അവളുടെ കൊച്ചിനെ നിങ്ങൾക്ക് വളർത്താം. ഇതൊന്നടാ ബാറ്റർ സിസ്റ്റോ? അങ്ങോട്ടൊരു സാധനം കൊടുത്തിട്ട് ഇങ്ങോട്ടൊരു സാധനം വാങ്ങുന്ന ആദിമകാല പ്രാകൃത സമ്പ്രദായം. നീയൊക്കെ ഏത് കാലത്താടാ ജീവിക്കുന്നേ? നീ ബാംഗ്ലൂർ കിടന്ന് കുറെ ചെരച്ചല്ലോ. നിറവേറോടെ കിട്ടുന്നില്ലേ മുതലാളി? അതേടാ, നിറവേറയോടെയോ അല്ലാതെയോ ഞാൻ അവളെ കിട്ടും. അതിനിപ്പോ നിനക്ക് എന്താടാ? നീ ഇപ്പൊ പറഞ്ഞില്ലേ ആദിമകാല പ്രാകൃത സമ്പ്രദായം എന്നൊക്കെ.
അതേടാ അത് തന്നെയാണിത്. ഇങ്ങോട്ട് നോക്കടാ, മുട്ടിപ്പായി പ്രാർത്ഥിച്ചപ്പോ കിട്ടിയ വെടികൊടാണ്. നീ എങ്ങനെ സമ്മാനിച്ചോട്ടാ സുധീവേ? ഇനി അവൾ എവിടെ പോയി പെട്ടാലും നമ്മള് കണ്ടുപിടിച്ചിരിക്കും നമ്മള്. ഇവൻ പറയണേ നമ്മുടെ കൂട്ടായ്മയാണെന്നല്ലേ? കൂട്ടായ്മ തന്നെടാ. ഇനിയിപ്പോ എവിടെ പോയാലും അവളെ നമ്മൾ കണ്ടുപിടിച്ചിരിക്കും. എന്നിട്ട് എൻ്റെ അമ്മച്ചിയുടെ മുന്നിൽ വെച്ച്, ഇടവകയിൽ വെച്ച് നമ്മളും മിന്നു കിട്ടും. ഈ സുദീപിന്റെയും നിന്റെയൊക്കെ മുന്നിൽ വെച്ച്. എടാ വാശിയാണെങ്കിലേ വാശി തന്നെയാണ്, നിന്നോടുള്ള വാശി തന്നെടാ. എന്നാ പോട്ടെ, കല്ലിങ്കൽ ജോൺ പാപ്പന്റെ മോനെ. പോട്ടെ സുദീപേ. ഭയങ്കര ബുദ്ധിമാന്മാരാ, ബുദ്ധി രാക്ഷസന്മാരാ. മെടുക്കനാ നീ ബാ, നിന്റെ ഭാര്യയുടെ കയ്യിൽ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ചുകൊണ്ട് ചില കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാക്കാം. ഇടമച്ച വാ വാ. തന്ത്രപരമായിട്ടാ നീ അവളെ ഇവിടുന്ന് പറഞ്ഞയച്ചത്. എന്നിട്ട് അവളെ പ്രസവം നടത്തുമല്ലേ? അതിനുശേഷം നിന്റെ തന്നെ കുഞ്ഞിനെ നിന്റെ ചേട്ടനെ കൊണ്ട് ദത്തടിപ്പിച്ചിട്ട് ഇവിടെ തന്നെ വളർത്തുമല്ലേ? എന്നിട്ട് അവളെ ആ നസ്രാണിക്ക് കെട്ടിച്ചു കൊടുക്കും. കൊള്ളാടാ നിന്റെ ഐഡിയ. ഇടയ്ക്കിടയ്ക്ക് നിനക്ക് അവളെയും കാണാമല്ലോ. പണ്ടാരോ പറഞ്ഞ പോലെ അംഗവും കാണാൻ താളി ഓടിക്കാം. സൂപ്പർ സൂപ്പർ ഐഡിയ മച്ചാ. അവളുടെ വയറ്റി കിടക്കുന്ന കൊച്ചിന്റെ തന്തയുടെ കൂടെയാണ് അവള് പോയത്. നീ ഇത്രയും കാലം പറഞ്ഞല്ലോ ഞാനാണെന്ന്. ഓ, അവൾ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാനാണ് കൊച്ചിന്റെ തന്തയെന്ന്? ഉണ്ടോ? നീ ആരുടെയൊക്കെ തല കൊണ്ടുവച്ചറാ? ആ പാവം ബാലുവിന്റെ തലയിൽ, എന്റെ തലയിൽ. ഇപ്പൊ അവള് പറയുന്നു വേറെ ആരുടെയാണെന്ന്. അവക്ക് തന്നെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല കൊച്ചാരുടെയാന്ന്. ഇപ്പൊ അവൾ ഒറിജിനൽ ആളെ കണ്ടുപിടിച്ചു പോയി, അത്രേ ഉള്ളൂ. നീ തെളിയിക്കടാ, നീ തെളിയിക്കേ. ഇത്രയും നാള് നീ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തോണ്ടിരിക്കായിരുന്നില്ലേ? അവളുടെ കൊച്ചിന്റെ തന്ത ഞാനാന്ന്. തെളിയിക്കടാ.